ഹായ്, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കെന്നഡി മുക്കോട്ട് മരിയ പാർക്കിൻ്റെ ജംഗ്ഷനും കഴിഞ്ഞ് പാലരോട്ടം ബ്രിഡ്ജ് വരെയുള്ള പൈപ്പ് ലൈൻ റോഡിൻ്റെ വീഡിയോ എടുത്താണ്. ഇത് നോക്കി, ഈ റോഡിൻ്റെ രണ്ട് സൈഡ് നോക്കി, മുഴുവനായിട്ടില്ല, പല സ്ഥലത്ത് ഇങ്ങനെ ഓരോരോ പീസ് എടുത്ത് പോയേക്കണേ. അത് രണ്ട് കാറ് ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ ഈ കുഴിയിൽ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ റോട്ടിൽ നിന്ന് ഇറക്കിയിട്ട് ഇതിൽ പോകാൻ പറ്റുള്ളൂ. അത് പൈപ്പ് ലൈൻ റോഡാണ്, വലിയ വണ്ടികൾ കയറാൻ പാടില്ല. അതിനെക്കുറിച്ചിട്ടല്ല പറയണത്. അത് ചെയ്യേണ്ടത് ഇവിടെയുള്ള അധികാരികളാണ്. അവിടെ എന്താ പറയണ്ട, ക്രോസ് ബാറുകൾ വെക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയണത്. ഇപ്പോൾ തമ്മന സൈഡൊക്കെ വെച്ചേക്കണം, ആ പൈപ്പ് ലൈൻ റോഡ് സൈഡ് ചെയ്തേക്കണം. അപ്പോൾ അത് ഇപ്പുറത്തും പറയേണ്ടതാണ്, അത് വെക്കണത് എന്തുകൊണ്ടാണെന്ന് അവരാണ് ചെയ്യേണ്ടത്. പിന്നെ ഇപ്പോൾ അവിടെ ഇത് കഴിഞ്ഞ ആഴ്ച ഞാൻ എടുത്തൊരു വീഡിയോ ആണ്, അപ്പോൾ പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ ഇന്ന് അതിൽ പോയപ്പോൾ കുറച്ച് ഭാഗം സിമെൻ്റ് ഇട്ട് കുറച്ച് കുഴികളൊക്കെ അടച്ചേക്കണതായിട്ട് ഞാൻ കണ്ടു. നല്ല കാര്യം. പക്ഷേ അത് ചെയ്തേക്കണത് ക്ലിയർ ആയിട്ടാണെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ ഇന്ന് മഴ പെയ്തുകൊണ്ടാണ് എന്തായാലും അത് ക്ലിയർ ചെയ്ത് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് അതിൽ പോകുമ്പോൾ. ഞാൻ പലപ്പോഴും ഓർത്തിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഫ്രണ്ട് ഉണ്ടായിരുന്നുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയെങ്കിലും ഞാൻ ആ വീഡിയോ എടുത്തത്, മനസ്സിലായി. അപ്പോൾ പല സ്ഥലത്തും വലിയ കുഴികളും, ഒന്ന് അപ്പുറത്ത് മെട്രോയുടെ പണി നടക്കണതാണ് നമ്മുടെ കാക്കനാട് റൂട്ടിൽ. അപ്പോൾ പലരും ഇതിലെ ആശ്രയിച്ചാണ് പോണത്. അപ്പോൾ ആ റോഡൊന്ന് ക്ലിയർ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ചെറിയ വാഹനങ്ങളാണെങ്കിലും മര്യാദക്ക് പോകാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുത്താൽ അത് വളരെ നല്ലതായിരിക്കും. ഇപ്പോഴും ഒരു സൈഡേ ചെയ്തിട്ടുള്ളൂ, രണ്ട് സൈഡ് സിമെൻറ്റ് ഇട്ടാലേ ഭംഗിയാവുള്ളൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി നോക്കുക. ഞാനിത് കണ്ടപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ എൻ്റെ വീഡിയോയിലൂടെ അറിയിച്ചു. പിന്നെ എല്ലാം ഭംഗിയാവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വീഡിയോ ഇടുന്നത്. ആരെയും മോശക്കാരാക്കാനില്ല. ഇപ്പോൾ അവിടെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ചെയ്തേക്കണതിൽ പലയിടത്തും കുഴി അയക്കണതും കണ്ട് ആ സിമെൻറ്റ് ഉറക്കാത്തതുകൊണ്ടാണ്, അതിന് മുന്നേ വണ്ടി കയറിക്കണോണ്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. ചെയ്യുന്ന ടൈമിൽ ഒരു ബോർഡൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ, അല്ലെങ്കിൽ ഒരു ദിവസം അതിൽ വണ്ടി പോകാത്ത രീതിയിൽ, അല്ലെങ്കിൽ വൺ സൈഡ് മാത്രം വണ്ടി പോകുന്ന രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. മറ്റുള്ളവർക്ക് അത് വളരെ നാളത്തേക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു അറിവ് ഷെയർ ചെയ്തു, അത്ര മാത്രം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു.